തെരഞ്ഞെടുപ്പ് ചരിത്രം തെളിയവേ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറെ ചർച്ചയാകുന്നത് കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയമാണ്. ജില്ലയിലെ LDFന്റെ ഉരുക്കുകോട്ടകൾ നിലനിർത്താനുള്ള തന്ത്രങ്ങളുമായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോൾ പുറത്തുവരുന്നത് വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് കൊല്ലം സിറ്റിംഗ് MLAയും പ്രശസ്ത നടനുമായ M മുകേഷിന്റെ പിന്മാറ്റവും പാർട്ടി സ്വീകരിക്കുന്ന പുതിയ നിലപാടുകളുമാണ്. കൊല്ലത്ത് വീണ്ടും മത്സരിക്കണമെന്ന് താൻ ഒരിടത്തും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് മുകേഷ് വ്യക്തമാക്കിയതോടെ മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിക്കായിട്ടുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു. തന്റെ സിനിമാ ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും താൻ ഇതുവരെ അവസരങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടില്ലെന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൊല്ലത്ത് പാർട്ടി ആരെ തീരുമാനിച്ചാലും താൻ കൂടെ ഉണ്ടാകുമെന്ന് മുകേഷ് പകരക്കാരനായി വരുന്ന S ജയമോഹന്റെ വിജയത്തിനായി പൂർണ്ണമായും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജയമോഹൻ മികച്ച രീതിയിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുകേഷിനെതിരെ ഉയർന്ന ചില വിവാദങ്ങളും അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമായെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ടെങ്കിലും തന്റെ വികസന നേട്ടങ്ങളിൽ മുകേഷ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം LDFന് പലയിടങ്ങളിലും തിരിച്ചടികൾ നേരിട്ടപ്പോഴും കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ നിന്ന് 10,000-ഓളം വോട്ടിലെ ഭൂരിപക്ഷം നിലനിർത്താൻ സാധിച്ചിരുന്നുവെന്ന് മുകേഷ് ചൂണ്ടിക്കാട്ടി. ഇത് തന്റെ ഭരണ മികവിനും വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ നൽകിയ അംഗീകാരമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ വസ്തുത പലരും ബോധപൂർവ്വം മറച്ചുവെക്കുകയാണെന്നും എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഭൂരിപക്ഷം 10,000-ന് അപ്പുറത്തേക്ക് വളരുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാകും പ്രധാനമായും വോട്ടർമാർ വിലയിരുത്തുകയെന്നും വിവാദങ്ങൾക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ വികസനത്തിനൊപ്പം നിൽക്കുമെന്നും കൊല്ലം മണ്ഡലം LDF തന്നെ നിലനിർത്തുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ജില്ലയിലെ 3 സിറ്റിംഗ് MLAമാരെ വീണ്ടും മത്സരിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ വീണ്ടും ജനവിധി തേടും. അദ്ദേഹത്തിന്റെ വികസന നേട്ടങ്ങളും പാർട്ടിക്കുള്ളിലെ സ്വീകാര്യതയും അവിടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു. ചവറ മണ്ഡലത്തിൽ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയെ തന്നെ വീണ്ടും ഇറക്കാനാണ് തീരുമാനം. ഇരവിപുരത്ത് 2 ടേം പൂർത്തിയാക്കിയ M നൌഷാദിന്റെ കാര്യത്തിൽ ചെറിയ തോതിലുള്ള ചർച്ചകൾ നടന്നുവെങ്കിലും അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. നൌഷാദിന്റെ മണ്ഡലത്തിലുള്ള സ്വാധീനവും പ്രവർത്തനങ്ങളും പാർട്ടി ഗൗരവമായി കാണുന്നുണ്ട്. അതേസമയം കൊല്ലം നഗരസഭാ മണ്ഡലത്തിൽ M മുകേഷിന് പകരം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹനെ മത്സരിപ്പിക്കാനാണ് യോഗത്തിൽ ധാരണയായത്. സംഘടനാ രംഗത്തെ പരിചയസമ്പത്തും പാർട്ടിക്കുള്ളിലെ ശക്തമായ ബന്ധങ്ങളും ജയമോഹന് അനുകൂലമായ ഘടകങ്ങളാണ്. കഴിഞ്ഞ തവണത്തെ പരാജയം ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്തണമെന്ന തീരുമാനത്തിലാണ് പാർട്ടി. ഇതിന്റെ ഭാഗമായി മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ SL സജികുമാറിനെ കുണ്ടറയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായ കുണ്ടറ തിരിച്ചു പിടിക്കുക എന്നതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം. മുകേഷിന് പകരമായി സജീവ രാഷ്ട്രീയ പ്രവർത്തകരെ തന്നെ രംഗത്തിറക്കുന്നത് ഗുണകരമാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കരുതിയിരുന്ന പല പ്രമുഖർക്കും ഇത്തവണ നിരാശപ്പെടേണ്ടി വന്നു. യുവ നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ചിന്ത ജെറോം സ്ഥാനാർത്ഥിയാകുമെന്ന് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ പട്ടികയിൽ ചിന്ത ഉൾപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഏണസ്റ്റ്, സബിത ബിഗം എന്നിവരെയും ഇത്തവണ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ചിട്ടില്ല. പാർട്ടിയുടെ പുതിയ തന്ത്രങ്ങളുടെ ഭാഗമായും മണ്ഡലങ്ങളിലെ ജയസാധ്യതയും സാമൂഹിക സമവാക്യങ്ങളും കണക്കിലെടുത്തുമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്നാണ് സൂചന. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ മന്ത്രി KN ബാലഗോപാൽ, പുത്തലത്ത് ദിനേശൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യം വിശദമായി ചർച്ച ചെയ്തിരുന്നു. മുന്നണിയിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം കുന്നത്തൂർ സീറ്റായിരുന്നു. കഴിഞ്ഞ 5 തവണയായി MLA ആയി തുടരുന്ന കോവൂർ കുഞ്ഞുമോനെ ഇത്തവണ മാറ്റണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു. കുന്നത്തൂർ സീറ്റ് CPM ഏറ്റെടുക്കണമെന്ന നിർദ്ദേശവും ഉയർന്നുവെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുഞ്ഞുമോനെ പിണക്കുന്നത് ഗുണകരമാകില്ലെന്ന നിലപാടാണ് MV ഗോവിന്ദൻ സ്വീകരിച്ചത്. ഈ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യം യോഗത്തിൽ സജീവമായി ചർച്ചയായിട്ടില്ല. കുഞ്ഞുമോനെ വീണ്ടും പിന്തുണയ്ക്കുകയാണോ അതോ മറ്റാരെങ്കിലും ഈ സീറ്റിലേക്ക് കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുക്കട്ടെ എന്ന ധാരണയിലാണ് ജില്ലാ നേതൃത്വം എത്തിയത്. നിലവിൽ മുന്നണി ബന്ധങ്ങൾ ഉലയാതെ കൊണ്ടുപോകുക എന്നതാണ് മുൻഗണന നൽകുന്നത്. കൊല്ലത്തെ ഈ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്.
വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി മുകേഷ് രംഗത്ത് വരുമ്പോൾ പകരക്കാരനായി എത്തുന്ന ജയമോഹന് ഈ വികസന തുടർച്ച നിലനിർത്താൻ കഴിയുമോ എന്നതാണ് രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്ന ചോദ്യം.